വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയങ്കരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഇന്ത്യൻ പലരും നിരീക്ഷിച്ചിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മൾ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരുതരം ബ്രീത്തിങ് സ്പേസ് ഇന്ത്യയിലുള്ള നീതിബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങൾ, ദളിതുകൾ, മറ്റ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ എന്നിവരെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിങ് സ്പേസ് ഉണ്ട് എന്ന ഒരു 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 തോന്നൽ, ഞാൻ പ്രതീക്ഷ എന്നൊന്നും പറയില്ല, ഒരു തോന്നൽ ഒരു ദിവസത്തേക്കെങ്കിലും നൽകാൻ പര്യാപ്തമായിട്ടുണ്ട്. യോഗേന്ദ്ര യാദവ് പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നിയ ഒരു മൊമെൻ്റാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതും ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതായതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ പോലും, അപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞു, സർക്കാർ രൂപീകരണം കഴിഞ്ഞു. ഇതിന് ശേഷം നമുക്കറിയാം ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്മടങ്ങലോ പരാജയമോ ആയി വിലയിരുത്തുക എന്നുള്ളത് യാഥാർത്ഥ്യബോധവുമായിട്ട് നിരക്കാത്തതായിരിക്കും. ഈ ഇലക്ഷനിൽ തന്നെ നമ്മൾ കാണേണ്ട മറ്റ് പല വിശകലനങ്ങളും ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ഈ ഇലക്ഷനിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ആമുഖം നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള പലതരം ഘടകങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ പുതിയ ചില ജിയോഗ്രഫികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജിയോഗ്രഫികൾ, ഇപ്പോൾ ഞാൻ ഒഡീഷ എന്നുള്ള സ്റ്റേറ്റ് മാത്രം എടുക്കാം. ഈ ഒഡീഷയിൽ 2 വർഷം ജോലി ചെയ്ത ആളെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഒഡീഷ എന്നുള്ള സ്റ്റേറ്റിനെ കുറിച്ച് പ്രത്യേകം സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത്. ഒഡീഷ എന്നുള്ള സ്റ്റേറ്റിൽ നടക്കുന്ന ഹിന്ദുത്വവൽക്കരണ പ്രക്രിയ, ഒരുപക്ഷെ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് മുതൽ നമ്മുടെ മുമ്പിൽ ദൃശ്യമായിട്ടുള്ള ഹിന്ദുത്വവൽക്കരണ പ്രക്രിയ, അവിടുത്തെ ട്രൈബൽ ബെൽറ്റിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഹിന്ദുവൽക്കരണ പ്രക്രിയ, അത് മിലിറ്റൻറ്റ് ഫോം ഓഫ് ഹിന്ദുവൽക്കരണ പ്രക്രിയ, കാണ്ടമാലിലെത്തിയ ഹിന്ദുവൽക്കരണ പ്രക്രിയ, അതും അവിടുത്തെ ഒരുപക്ഷെ മൈനിങ് കോൾ ഇൻഡസ്ട്രിയും ഇതിനോട് ക്ലബ് ചെയ്ത് നടത്തുന്ന ഈ പ്രക്രിയയുടെ ഒരു കൾമിനേഷൻ, അത് നമുക്കിന്ന് ഒഡീഷയിൽ കാണാൻ പറ്റും. അപ്പോൾ ഒഡീഷയിൽ പല സുഹൃത്തുക്കളോട് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ മെസ്സേജ് ചെയ്തു, എന്താണ്, അപ്പോൾ പലരും ഭീതിയോട് കൂടി തന്നെയാണ്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ദളിത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ആളുകൾ വളരെ ഭീതിയോടുകൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിൽ അവർ നോക്കിക്കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് നമുക്കറിയാം, അവരോടുള്ള ഒരു വിരോധം ആളുകൾക്ക്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ നമ്മളെ നാട്ടിലാളുകൾ ഇന്ത്യ മുന്നണി വരുന്നതാണ് ഞാൻ ഒഡീഷയിലിരുന്നത്. അപ്പോൾ അവിടുന്ന് ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ നരേന്ദ്രമോദിയാണ് വളരെ ആദരവോടുകൂടി കാണുന്നുണ്ട്. അത് ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ എത്രയോ 10-25 വർഷമായിട്ട് ഒരു ബാബു അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, നവീൻ ബാബു. അപ്പോൾ ആ മാറ്റം സാധ്യമാക്കി കൊടുക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ഒരു ഓപ്ഷനായിട്ട് കാണുന്നു. 2, അവിടുത്തെ ഒരു വെൽഫെയറിസത്തിൻ്റെ രാഷ്ട്രീയം. ഒഡീഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു സ്റ്റേറ്റ് ആയിരുന്നു, പക്ഷേ ഭയങ്കര വെൽഫെയർ മെക്കാനിസം ഉണ്ട്. പക്ഷേ ഈ വെൽഫെയർ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, വെൽഫെയർ മെക്കാനിസം വിത്തൗട്ട് എനി പൊളിറ്റിക്കൽ കണ്ടൻറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബിജു ജനതാദൾ എന്നുള്ള പാർട്ടിക്ക് പോലും ഒരു പൊളിറ്റിക്കൽ കണ്ടൻറ്റ് ഇല്ല. ഇതിനെ ഫില്ല് ചെയ്യുന്നത്, ഈ വാക്വം ഫില്ല് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഇവിടുത്തെ ഏറ്റവും ദാരിദ്ര്യമുള്ള മേഖലയിൽ വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് അവിടെ അത് ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പലതരം വിഭാഗങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനത്തെ പുതിയ ചില ജിയോഗ്രഫിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കർണാടക എടുത്ത് പരിശോധിച്ച് നോക്കുക. കർണാടകയിൽ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ളൊരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അവിടെയുള്ള സാമൂഹിക കോമ്പോസിഷൻസിൽ, പ്രത്യേകിച്ചും JDS എന്നുള്ള പാർട്ടിയുടെ ഒരു സോഷ്യൽ പൊസിഷൻ എടുത്തു നോക്കിയാൽ അവിടെ BJP കൺസിസ്റ്റൻ്റായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിജയം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ പ്രക്രിയ ഇലക്ട്രൽ രാഷ്ട്രീയത്തിനപ്പുറം കൺസിസ്റ്റൻസി ഇത് നിലനിർത്തുന്ന സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ നമ്മൾ വിലയിരുത്താൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഈ ഇലക്ഷൻ വളരെ പ്രതീക്ഷാജനകമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആശ്വാസകരമാണ്. ഒരുതരം സ്പേസുകൾ എവിടെയാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പര്യാപ്തമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, ഇപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ഈ ഇലക്ഷനിലും ഈ ഇലക്ഷന് ശേഷവും ഈ ഇലക്ഷനെക്കുറിച്ചുള്ള ചർച്ചകളിലും എവിടെയായിരുന്നു? സാധാരണ സാമൂഹിക നിരീക്ഷകന്മാർ പറയുന്ന അമിതമായ ദൃശ്യതയും വളരെ കുറഞ്ഞ പ്രതിനിധാനവും, ഇത് പലപ്പോഴും ഒരു തരം ഗെറ്റോയിസേഷൻ്റെ അടയാളമായിട്ടാണ് ആളുകൾ കാണുന്നത്. അമിതമായിട്ടുള്ള ദൃശ്യത, ഇലക്ഷൻ ക്യാമ്പയിനിൽ മുഴുവനും മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ
നിങ്ങൾ എല്ലാ പാർട്ടികളുടെയും മാനിഫെസ്റ്റോ എടുത്ത് നോക്കുക. അപ്പാർട്ട് ഫ്രം DMK, നിങ്ങൾ ഈ മാനിഫെസ്റ്റോകളിൽ മുസ്ലിം എന്നുള്ള വാക്കില്ല. ഞാൻ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ മുസ്ലിം എന്ന വാക്കോ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ പൗരത്വ പ്രക്ഷോഭം പോലുള്ള പ്രക്ഷോഭങ്ങളുടെ ബാക്കിയെക്കുറിച്ചോ അതിലൊരു സൂചകം ഇല്ല. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ഭൂരിപക്ഷ ഇൻട്രസ്റ്റിന്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആക്സിസായിട്ട് ഹിന്ദുത്വ നിർണ്ണയിക്കുന്ന ഒരു ഭൂരിപക്ഷ താല്പര്യത്തെയാണ് അവർ അത് BJPയുടെ അജണ്ടയാണ്. പക്ഷേ ആ അജണ്ടയെ ഭേദിക്കാനുള്ള ഒരു ശേഷി ഇന്നും ഇന്ത്യയിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 3 ലിഞ്ചിങ് നടന്നു. ഏറ്റവും ചുരുങ്ങിയത് 2 ലിഞ്ചിങ് ജാർഖണ്ഡിൽ മോബ് ലിഞ്ചിങ് നടന്നു, കൗ വിജിലാൻഡ് നടന്നു. അതിൽ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചരിത്രപരമായി നിലനിന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് ജാർഖണ്ഡിൽ ഒന്ന് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്ത്യ മുന്നണി വല്ലതും പറഞ്ഞു? ഹെയ്റ്റിനെതിരെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉടനീളം പ്രസംഗിച്ചപ്പോൾ അതിലൊരു സക്സസ്, പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിറ്റികൾ അടക്കം കൊടുത്തുള്ള, എന്തുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രതിനിധാനത്തിൻ്റെ കണക്കിപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. മുസ്ലിങ്ങളുടെ പ്രതിനിധാനം എവിടെയാണ്? ക്യാബിനറ്റിലില്ല. പോട്ടെ, ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളും കൊടുത്തിട്ടുള്ള മാനിഫെസ്റ്റോയിലില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളും കൊടുത്തിട്ടുള്ള അവരുടെ ഇതിനകത്ത് നമുക്ക് ഇത് കാണാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആക്സിസ് ഹിന്ദുത്വ നിർണ്ണയിക്കുന്ന ഭൂരിപക്ഷവാദത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായി പരിവർത്തിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ഹിന്ദു ഭൂരിപക്ഷവാദത്തിനുള്ളിലുള്ള മത്സരമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുകയും ബാക്കിയുള്ളവർ കാഴ്ചക്കാർ, ഇലക്ട്രൽ വാല്യൂ ഇല്ലാത്തവരോ, അപ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രൽ വാല്യൂ ഉള്ളവരാണ്. അപ്പോൾ മുസ്ലിം പ്രീണനം എന്നുള്ള വാക്കാണ്, മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ള വാക്കാണ് മുഴുവനും കേട്ടത്. പക്ഷെ അതിനുശേഷം മുസ്ലിങ്ങളുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ പോലും അഭിമുഖീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അന്തരീക്ഷം ഈ വിജയത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഈ വിജയത്തിൻ്റെ സന്ദേശം ഹെയ്റ്റിനെതിരെയാണെങ്കിൽ ജാർഖണ്ഡിൽ ഒരു ദേശീയ വിഷയമാവേണ്ടിയിരുന്ന ഒന്നാമത്തെ ദിവസം തന്നെ. എങ്ങനെയാണോ എക്സിറ്റ് പോൾ കുംഭകോണം ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറിയത്, അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാവേണ്ടിയിരുന്നു. എന്തുകൊണ്ടതാവുന്നില്ല എന്നുള്ളിടത്താണ് ഈ ഇലക്ഷന് നിർണ്ണയിച്ച ഘടകങ്ങളെ കുറച്ചുകൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇതിലാണ് പലപ്പോഴും ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് പലപ്പോഴും മീഡിയ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ എപ്പോഴും ഒപ്പോസിഷൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോ, ധ്രുവറാട്ടി എന്നുള്ള വ്യക്തി, ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെതാണ്, ഒരു വ്യക്തിയോ എന്നതിനപ്പുറം എന്താണ് ഈ ഇലക്ഷൻ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ, എനിക്ക് തോന്നുന്നത് അത് സൂക്ഷ്മമായിട്ട് തന്നെ ഇതിലേക്ക് നയിച്ചിട്ടുള്ള മൂവ്മെൻറ്റുകൾ എന്താണ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള വിശകലനം ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു പിന്മടക്കത്തിൻ്റെ സൂചനയൊന്നും കാണിക്കുന്നില്ല. ഇന്ന് പോലും ഒരു ന്യൂസുണ്ട് ഗുജറാത്തിൽ, സ്ഥിരം ന്യൂസാണ്, ഇന്ത്യയിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന വീട് ഫ്ലാറ്റ് കൊടുത്തതിനെതിരെ, ഒരു മുസ്ലിമിന് ഫ്ലാറ്റ് കൊടുക്കുന്നതിനെതിരെ റെസിഡൻഷ്യൽസ് അസോസിയേഷൻ നടത്തുന്നത് ഗുജറാത്തിൽ നിന്ന് ഇന്നും ആ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ന്യൂസുകൾ ഈ വിജയത്തിന് ശേഷം അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരിക്കെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് അത്ര വലിയൊരു ഓക്സിജൻ്റെ അളവ് കുറച്ച് കൂടിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു ഘടകം. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യയിലുള്ള ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള മുഖ്യധാര മുന്നണി, ഇന്ത്യ മുന്നണി സാമൂഹിക നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു. അത് ഈ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി വേണമെങ്കിൽ ജാതി സെൻസസ് മുതൽ അതുപോലുള്ള വിഷയങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് UP-യിൽ പ്രത്യേകിച്ചും ഉന്നയിച്ചു. ബീഹാറിലും അത് ഉന്നയിച്ചു. പക്ഷേ ബീഹാറിൽ നിതീഷും ഓൾറെഡി അതിൻ്റെ ചാമ്പ്യൻ ആയതുകൊണ്ട് അത് അവരിലേക്ക് പോയി. അപ്പം ഈ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തെ എത്ര മേലാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ BJPയും
സാമൂഹിക നീതിയുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇതിൻ്റെ അപകടത്തെ അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരെ ക്യാബിനറ്റിൻ്റെ ഒരു ഫോർമുലേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വളരെ കൃത്യമായിട്ടും ഈ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തെ റെക്കഗ്നേഷനും റെപ്രസെൻറ്റേഷനും മാത്രം കൊണ്ട് അതിനെ അഭിമുഖീകരിക്കാം എന്നുള്ള ഒരു 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 തത്വം അതിൽ അവർ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഈ ക്യാബിനറ്റിൻ്റെ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ത്യയിൽ ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് അത് വരുന്നത് ഡീപ്ലി നോൺ ബ്രാഹ്മണിക്കായിട്ടുള്ള അബ്രാഹ്മണികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദർശനത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ്. അത് ഭൂരിപക്ഷവാദത്തിനെതിരായിട്ടുള്ള ഒരു ദാർശനിക സമീപനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് സാമൂഹിക നീതിയുടെ രാഷ്ട്രീയം എന്നുള്ളത് ഇന്ത്യയിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ പഴയ മദ്രാസ്, മൈസൂർ പ്രസിഡൻസികളിലാണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ശരിക്കും വളരെ ശക്തമായിട്ട് ഈ രാഷ്ട്രീയം ഉയർന്നു വരികയും പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്ക് ഇത് ഉയർന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുള്ള സാമുദായികതയും സാമുദായിക ഉള്ളടക്കമുള്ള രാഷ്ട്രീയവും ഇത് രണ്ടും വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതായത് രാഷ്ട്രീയം വളരെ യൂണിവേഴ്സലായിട്ടുള്ള അവിടെ ജാതി, മതം, സമുദായം ഒന്നൊന്നും ഇല്ലാത്തൊരു സ്പേസ് എന്ന നിലക്ക് കണ്ടെടുത്ത് അങ്ങനെയല്ല. ഇത് രാഷ്ട്രീയം നിങ്ങൾ വളരെ സെക്യുലർ ആണെന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ വാക്കുകൾ, നിയമം, മറ്റ് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും ആരൊക്കെയാണ് അവിടെ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം, ഈ സാമുദായികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഈ ചോദ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ പോയിന്റിൽ കൊണ്ടു നിർത്തിക്കൊണ്ടാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിനെ തന്നെ ഒരു തരത്തിൽ സാമുദായിക ഉള്ളടക്കമാക്കി തീർക്കുകയും തിരിച്ച് സാമുദായികത എന്നുള്ളതിനെ തന്നെ രാഷ്ട്രീയം ഉള്ളടക്കമായി. കാരണം എന്തിനാണ് സാമുദായികമായിട്ടുള്ളൊരു സംഘാടനം, സാമൂഹികമായിട്ടുള്ളൊരു സംഘാടനം എന്നുള്ളത് അത് പ്രതിനിധാനം എന്നതിനോടൊപ്പം റെക്കഗ്നേഷൻ, പ്രതിനിധാനം എന്നതിനോടൊപ്പം തന്നെ ഈ മെജോറിറ്റേറിയനിസത്തിൻ്റെ അപകടങ്ങളെ തിരിച്ചറിയുകയും അതിനെ റീഫോം, അതിനെ ഒരു പൊളിറ്റിക്കൽ സൈറ്റായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞ അബ്രാഹ്മണിക ധാരയിൽ നിന്ന് വരുന്ന മൂവ്മെൻറ്റുകൾ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പിൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 80കൾക്ക് ശേഷം അത് വളരെ വിപുലമായി ഇന്ത്യയിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രയോഗങ്ങൾ വളരെ വലിയ വിജയങ്ങൾ കാണുകയും ചെയ്തു. ആ രാഷ്ട്രീയത്തിൽ പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ചിലതെല്ലാം വീക്കായെങ്കിലും ആ രാഷ്ട്രീയത്തിന് ഇന്നും ഇന്ത്യയിൽ വളരെയധികം ആ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ യു പിയിലുള്ള, പ്രത്യേകിച്ച് യു പിയിൽ അവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യം തന്നെ അതാണ്.